നമ്മുടെ ലാലേട്ടനോട് ഈ ഒരു ചതി വേണ്ടായിരുന്നു. ഇന്നലെ ആയിരുന്നല്ലോ എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ തിയേറ്ററിൽ എത്തിയത്. ഈ ഒരു സിനിമ റിലീസ് ആവുന്നതിന്റെ മുന്നേ തന്നെ അഡ്വാൻസ് ബുക്കിങ്ങിലൂടെ വമ്പൻ പ്രീസെയിൽ കളക്ഷൻ ഒക്കെ നേടിയത് വലിയ വാർത്തയായിട്ടുണ്ടായിരുന്നു. പാൻ ഇന്ത്യൻ മൂവി ആയിട്ടായിരുന്നു ഈ ഒരു ചിത്രം മലയാളത്തിൽ നിന്നും തിയേറ്ററിൽ എത്തിയത്. അതുകൊണ്ട് തന്നെ അതർ ലാംഗ്വേജിലെല്ലാം ഈ ഒരു സിനിമയ്ക്ക് ഒരു പ്രത്യേക തരം ശത്രുക്കൾ ഉണ്ടായിരുന്നു എന്ന് വേണം ഇപ്പോൾ നാം മനസ്സിലാക്കുന്നത്. കാരണം പുറത്തു നിന്നും ചിത്രത്തിന്റെ തിയേറ്റർ പ്രിന്റ് ആരൊക്കെ ലീക്ക് ആക്കിയിട്ടുണ്ട്. ആദ്യ ദിവസം തന്നെ സോഷ്യൽ മീഡിയയിൽ ഇതിന്റെ വ്യാജ പതിപ്പ് കിടന്ന് കളിക്കുകയാണ്. ടെലഗ്രാമിലൊക്കെ എത്തി എന്നുള്ള അപ്ഡേറ്റ് ആണ് വന്നിരിക്കുന്നത്. നോർത്ത് സൗത്ത് ഏരിയയിൽ നിന്ന് ആയിരിക്കാം സിനിമയുടെ തിയേറ്റർ പ്രിന്റ് ലീക്ക് ആയത് എന്നാണ് നാം മനസ്സിലാക്കുന്നത്. കാരണം അവിടെയൊക്കെ മലയാളികൾക്ക് ഭയങ്കരമായിട്ടുള്ള ശത്രുക്കളുണ്ട്. ഇവിടെ നിന്നും വരുന്ന പാൻ ഇന്ത്യൻ മൂവികളൊക്കെ അവിടെ ഹിറ്റ് ആവരുത് എന്നുള്ള ഒരു കൺസെപ്റ്റാണ് അവിടുത്തെ താരങ്ങൾക്കും അവിടുത്തെ പ്രൊഡ്യൂസേഴ്സിനും നിർമ്മാതാക്കൾക്കൊക്കെ. അത്തരത്തിൽ എമ്പുരാൻ എന്ന സിനിമയെ നശിപ്പിക്കാൻ വേണ്ടി ആരോ മനഃപൂർവ്വം കൊടുത്ത കൊട്ടേഷൻ ആണോ ഈ ഒരു വ്യാജ പതിപ്പ് പകർന്നത് എന്നാണ് നാം മനസ്സിലാക്കുന്നത്. ഇതിന്റെ മുന്നേ തിയേറ്ററിൽ എത്തിയ മറ്റൊരു മലയാളം പാൻ ഇന്ത്യൻ മൂവിയായിരുന്നു മാർക്കോ എന്ന് പറയുന്ന സിനിമ. ആ ഒരു സിനിമക്കും ഇതേ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ ആ ഒരു സിനിമക്ക് ആദ്യ ദിവസം തന്നെ ടാർഗറ്റ് ചെയ്ത് അറ്റാക്ക് ചെയ്യുന്ന ഒരു രീതി നാം കണ്ടിട്ടില്ലായിരുന്നു. സിനിമ പതിയെ പതിയെ കത്തിപ്പടർന്നപ്പോൾ അസൂയ മൂത്തിട്ടായിരുന്നു മാർക്കോ എന്ന സിനിമക്ക് അറ്റാക്കി വന്നതെങ്കിൽ എമ്പുരാൻ എന്ന പറയുന്ന സിനിമയുടെ അഡ്വാൻസ് ബുക്കിങ്ങും ഭയങ്കര ഹൈപ്പും കണ്ടിട്ട് കടി മൂത്തിട്ട് ആദ്യ ദിവസം തന്നെ വ്യാജ പതിപ്പ് പ്രചരിപ്പിച്ചത് എന്നാണ് നാം മനസ്സിലാക്കുന്നത്. ഇതിനൊക്കെതിരെ ശക്തമായിട്ട് തന്നെ നമ്മൾ പോരാടണം. ഈ ഒരു ചിത്രത്തിന് വമ്പൻ പോസിറ്റീവ് റിപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ സൗത്ത് ഇന്ത്യയിലും നോർത്ത് ഇന്ത്യയിലും ഒക്കെ വൻ തരംഗമാവുമെന്ന് ആർക്കൊക്കെ മുൻകൂട്ടി അറിയാമായിരുന്നു. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള അറ്റാക്കിംഗ് ചിത്രത്തിന് ഫസ്റ്റ് റിവ്യൂ കാര്യങ്ങളെല്ലാം വരുന്നതിന്റെ മുന്നേ തന്നെ ആരൊക്കെയോ മനഃപൂർവ്വം ചെയ്തത്. എന്തായാലും സിനിമ തിയേറ്ററിൽ നല്ല രീതിയിൽ ബുക്കിങ്ങോട് കൂടെ മുന്നോട്ട് പോവുകയാണ്. മലയാളികളെ സംബന്ധിച്ച് ഒരു പ്രത്യേകത ഉണ്ട്. അവര് തിയേറ്റർ പ്രിന്റ് ക്വാളിറ്റി ഇല്ലാത്ത പ്രിന്റുകളൊന്നും അവര് ഡൗൺലോഡ് ചെയ്ത് കാണൂല. പക്ഷെ നോർത്തിലും സൗത്തിലൊക്കെ ഉള്ള ആളുകൾ അത്തരത്തിലുള്ള പ്രിന്റ് കിട്ടിയാലും കണ്ട് അഡ്ജസ്റ്റ് ചെയ്യും. മലയാളികൾ ടെലഗ്രാമിൽ കാണും, അതന്നെ ക്വാളിറ്റി ഉള്ള വേർഷൻ ആണെങ്കിൽ മാത്രമേ കാണുകയുള്ളൂ. അത്തരത്തിൽ എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയുടെ വ്യാജ പതിപ്പ് മലയാളി ഓഡിയൻസിനെ ബാധിക്കാനുള്ള ചാൻസ് കുറവാണ്. എന്തായാലും സിനിമ നല്ല ബുക്കിങ്ങോട് കൂടെ രണ്ടാമത്തെ ദിവസം മുന്നോട്ട് പോകുന്നു. വലിയ വിജയം കൈവരിക്കാൻ എമ്പുരാൻ എന്ന് പറയുന്ന സിനിമക്ക് ബോക്സ് ഓഫീസിൽ സാധിക്കട്ടെ. ഓക്കെ, ബൈ.